ആദ്യം അമലേട്ടൻ്റെ 2-3 ഫോട്ടോയും സപ്പോർട്ടെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എൻ്റെ അനിയത്തിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ അച്ഛൻ എന്നെ പ്രഷർ ചെയ്തില്ല. അതാണ് ഹൈലൈറ്റ്. അതായത് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റുന്ന സമയത്ത് ഓക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെ സപ്പോർട്ടുള്ള ഒരു പാരൻസാണ് എൻ്റെ രണ്ടുപേരും. പിന്നെ അനിയനും ഹാപ്പി. അപ്പോൾ ഇനി പോണ ഫാമിലിയും അതിലും സൂപ്പർ ഫാമിലിയാണ്. അതിനെക്കൊണ്ട് എനിക്കൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അമൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനുണ്ടാവും, ഭയങ്കര സ്വീറ്റ്. അപ്പോൾ ആദ്യം എനിക്കൊരു ഇത് സത്യമാണോ എന്നൊക്കെ. പക്ഷേ അന്ന് പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ സെയിമാണ്. ഭയങ്കര സ്വീറ്റാണ്, കാമാണ്, അതിൻ്റെ ദേഷ്യമൊന്നും അങ്ങനെ വരില്ല. ഭയങ്കര പേഷ്യൻസാണ്. അതുകൊണ്ട് നല്ലതാണ്. ഞാൻ കരയൂല, പക്ഷെ എന്നെ നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ഇമോഷണൽ ആക്കിയാൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ്. ഇതിനെ കരയണേ അച്ഛനായിരിക്കും കരയാൻ. நெஞ்சு மட்டும் விடியல் வேண்டி கொஞ்சம் காத்திருக்கு காணாமலே கனகண் மூடுமோ வீணாகவே உயிர்தான் வேகுமோ அடைச்ச மனசு சிரிச்சு பேச அடைக்கும் துயரம் ரெண்டு மிரளும் மதியே மயங்கி போகாதே மறுத்த உறவும் தயங்கி சேரும் தவிச்சு போகாதே soga